ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ചൂട് സമയത്തൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് മാങ്ങ പേസ്റ്റാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിലിട്ടൊന്ന് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മൊത്തത്തിൽ 1.5 കപ്പ് ഉണ്ടായിരുന്നു. അതിലെ 1 കപ്പ് നമുക്ക് ആദ്യം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് റവയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ റവയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിതിവിടെ ഇതുപോലെയൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് പഞ്ചസാര പൊടിച്ചതാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഈ പാല് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. പാലും ചേർത്ത് നമ്മൾ ഇതിവിടെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടേണ്ടത്. ഒരുപാട് തിക്കാണെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം പാൽ കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് നമുക്കിങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി പാനൊന്ന് ചൂടായ ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതിങ്ങനെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. കുഞ്ഞു കുഞ്ഞ് അപ്പമായിട്ടാണ് നമ്മൾ ഇതൊന്ന് ചുട്ടെടുക്കേണ്ടത്. ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എല്ലാം നമ്മളിപ്പം ചെറിയ ചെറിയ അപ്പമായിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പാലാണ്. ഞാനിപ്പോൾ ഒരു 4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ പാൽ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ പാലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇളക്കി കൊടുത്ത് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. പാൽ ഇപ്പോൾ ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് സമയം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പാലൊക്കെ ഒന്ന് വറ്റി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പം പാലിവിടെ ചെറുതായിട്ടൊന്ന് വറ്റി ചെറുതായിട്ടൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പാലിൻ്റെ ചൂടൊന്ന് മാറിയ ശേഷം നമുക്ക് ഈ പാല് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പം തണുപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പാലിലേക്ക് നമുക്ക് 1/2 കപ്പ് മാംഗോ പൾപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ചുട്ടു വെച്ചിരിക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു അപ്പത്തിലേക്ക് നമുക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഇതുപോലെയും സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചിട്ടും സെർവ് ചെയ്യാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ മാങ്ങ വെച്ച് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.